എൻ്റെ പേര് സുധിലാൽ എന്നാണ്. ഞാൻ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമാണ്. വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് പെൻഷൻ 120 നിന്നും 500 ആക്കിയെന്ന് പറയുന്നതും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 500 നിന്നും ആകെ 100 രൂപ കൂട്ടിയുള്ളൂ എന്ന് പറയുന്നതും ശരിയാണോ? ശരിയല്ല. വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് വെറും 300 രൂപയായിരുന്നു പെൻഷൻ ഉണ്ടായിരുന്നത്. ആ പെൻഷനാണ് ഉമ്മൻചാണ്ടി 300 നിന്നും ആദ്യം 400 ആക്കുകയും 400 നിന്നും 525 ആക്കുകയും ആ 525 ആക്കുന്നതിന് 2012 50/2012 എന്ന ഉത്തരവിൽ ആണ് 400 നിന്നും 525 രൂപ ആക്കി വർദ്ധിപ്പിക്കുന്നത്. അതിനുശേഷം 525 നിന്നും 2015 അത് 600 രൂപയാക്കി വർദ്ധിപ്പിച്ചു. വി എസിൻ്റെ കാലത്തെ 300 രൂപയിൽ നിന്നും 600 രൂപയാക്കി ഉമ്മൻചാണ്ടി വർദ്ധിപ്പിച്ചത് ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2015 ഏപ്രിൽ മാസത്തിൽ 600 രൂപയാണ് സത്യഭാമയ്ക്ക് പെൻഷൻ. 2015 ഫെബ്രുവരി മാർച്ചിലും മെയ്യിലും 600 രൂപ വെച്ച് കയറിയതായി കാണാം. അങ്ങനെ താഴോട്ട് എല്ലാ മാസവും 600 രൂപയായി കയറി. ഇതിൽ നിന്നും ഉമ്മൻചാണ്ടി 300 രൂപയിൽ നിന്നും 600 ആക്കുകയും ആ 600 നൽകുകയും ചെയ്തതായി നമുക്ക് മനസ്സിലാക്കാം. പാത്തുമ്മയുടെ വിവരങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് പരിശോധിക്കാം. പാത്തുമ്മയ്ക്ക് 2015 ഏപ്രിൽ 1200 രൂപ ലഭിച്ചതായി കാണാം. 2015 ഫെബ്രുവരി മുതൽ പാത്തുമ്മയുടെ അക്കൗണ്ടിൽ 1200 രൂപയാണ്. അതിനുശേഷം 2016 ഏപ്രിൽ ആകുമ്പോൾ അത് 1500 രൂപയാവുന്നു. ഈ 1500 എങ്ങനെയായി എന്ന് നമുക്ക് പരിശോധിക്കാം. 75 വയസ്സ് കഴിഞ്ഞവർക്ക് ഉമ്മൻചാണ്ടി 1200 നിന്ന് 1500 രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു. 24/2016 എന്ന ഉത്തരവ് 1/3/2016 ഇറങ്ങുകയും ഈ ഉത്തരവിന് 1/4/2016 മുതൽ പ്രാബല്യമുണ്ടാകുകയും ചെയ്തു. അങ്ങനെയാണ് 2016 ഏപ്രിൽ 1 മുതൽ പാത്തുമ്മയ്ക്ക് 1500 രൂപ ലഭിച്ചത്. അപ്പോൾ സഹാക്കൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വെറും 4 മാസത്തെ കുടിശ്ശികയുള്ളായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് പാത്തുമ്മയെ പോലുള്ളവർക്ക് പിണറായി വിജയൻ 2016 ഓഗസ്റ്റ് മാസത്തിൽ 15,000 രൂപ നൽകിയത്? ഉത്തരം വളരെ ലളിതമാണ്. 2016 ജനുവരിയിൽ പാത്തുമ്മയ്ക്ക് ലഭിച്ചിരുന്നത് 1200 രൂപയാണ് ഒരു മാസം. അങ്ങനെ 3 മാസത്തെ പെൻഷൻ 3600 രൂപ. 75 വയസ്സ് കഴിഞ്ഞവർക്ക് 1200 നിന്ന് ഏപ്രിൽ മുതൽ 1500 ആക്കി ഉമ്മൻചാണ്ടി വർദ്ധിപ്പിച്ചിരുന്നതുകൊണ്ട് പാത്തുമ്മയ്ക്ക് ഏപ്രിൽ മാസം മുതൽ 1500 രൂപ ലഭിച്ചു. അത് സെപ്റ്റംബർ മാസം വരെ 1500 ആക്കി നമ്മൾ കണക്കാക്കുമ്പോൾ 6 മാസത്തേക്ക് 9000 രൂപയും, അങ്ങനെ 9000 പ്ലസ് 3600 12600 രൂപയും ലഭിച്ചു. 15,000 നിന്ന് 12600 പോയാൽ ബാക്കി ഉള്ളത് വെറും 2400 രൂപ. ഇത് വിവിധ ഘട്ടങ്ങളിൽ പെൻഷൻ വർദ്ധിപ്പിച്ചപ്പോൾ പാത്തുമ്മയ്ക്ക് ലഭിക്കാതെ പോയ അരിയറാണ് ഈ തുക. ഇങ്ങനെയാണ് പാത്തുമ്മയെ പോലുള്ള 100 കണക്കിന് ആളുകൾക്ക് കേരളത്തിൽ 15,000 രൂപ ലഭിക്കുന്നത്. ഇതിൽ 4 മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെയും 5 മാസത്തെ കുടിശ്ശിക പിണറായി വിജയൻ്റെയുമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ പെൻഷൻ വിഷയത്തിൽ തോമസ് ഐസക്കും CPM കള്ളപ്രചരണം നിർത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.